എന്നാൽ ഇപ്പോൾ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ ഗ്രസിക്കുമ്പോൾ മലയാളികൾ കൂട്ടായ്മ കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും അവ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെ തുരങ്കം വെക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ്. അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില രീതികളുണ്ട്. ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ. അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചത്. ഇത്തരം ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. SDRFന്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം 219 കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത്. എന്നാൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം 1200 കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു. ഇത് മാത്രമല്ല, ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം. അങ്ങനെ പുനർനിർമ്മിക്കാൻ 2200 കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോഴാണ് 219 കോടി രൂപ മാനദണ്ഡപ്രകാരം സഹായമായി ചോദിച്ചതിനുള്ള വ്യാജ പ്രചരണം വരുന്നത്. കണക്ക് പെരുപ്പിച്ച് കാണിച്ചുവെന്ന് പറയുന്നവർക്ക് ഓരോന്നായി വസ്തുതകൾ പരിശോധിക്കാവുന്നതായിരുന്നല്ലോ. അതിന് SDRF മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലും മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിലും പ്രാഥമിക ധാരണയുണ്ടായിരിക്കണം. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കിവെക്കുന്നുണ്ട്. അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. ഇത് മറ്റ് പദ്ധതി വിഹിതങ്ങളെപ്പോലെയല്ല, ഉപയോഗിച്ചില്ലെങ്കിൽ ലാപ്സായി പോകില്ല, അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 1 രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല. ഈ ഫണ്ടിന്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന 5 സെക്രട്ടറിമാരടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. വാർഷികമായി ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അധിക ധനസഹായം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത്. ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക. ഓഗസ്റ്റ് 9 തന്നെ കേരളത്തിലെത്തിയ കേന്ദ്ര സംഘവുമായി കൂടിയാലോചനകൾ നടത്തുകയും അവരെ ദുരന്തത്തിന്റെ ആഘാതം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഓഗസ്റ്റ് 17 കേരളം മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചത്. ഓഗസ്റ്റ് 14 വരെ ലഭ്യമായ കണക്കുകളാണ് പ്രസ്തുത മെമ്മോറാണ്ടം തയ്യാറാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആശ്രയിച്ചത്. SDRF ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്.
ഇത് രണ്ട് തരത്തിലാണ് ചെലവഴിക്കാനാവുക. ഒന്ന്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട യൂണിറ്റ് കോസ്റ്റ് വെച്ചുകൊണ്ട്. മറ്റൊന്ന്, എത്രയാണോ യഥാർത്ഥ ചെലവ് അതിൻ്റെ ആക്ച്വൽസ്, അഥവാ അത് മുഴുവനായി തന്നെ. അതായത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ അത് എത്ര ലക്ഷങ്ങൾ വിലയുള്ളതാണെങ്കിലും പരമാവധി SDRF-ൽ നിന്ന് നൽകാൻ സാധിക്കുക 1,30,000 രൂപ മാത്രമാണ്. 1 കിലോമീറ്റർ റോഡിന് 1 ലക്ഷം രൂപ, ഒരു സ്കൂളിന് 2 ലക്ഷം രൂപ, ഇങ്ങനെയാണ് SDRF-ൽ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാലോ. ഇവ എത്രമാത്രം അപര്യാപ്തമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1,30,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കാനാകുമോ? കേരളത്തിൽ ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. SDRF-ന് പുറമെ ജനങ്ങൾ സംഭാവന നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുക നൽകുന്നത്. കോടികൾ ചെലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് തകർന്നാൽ 2 ലക്ഷം രൂപ കൊണ്ട് അടിത്തറ പോലും കെട്ടാനാകില്ല. ഇങ്ങനെ തീർത്തും അപര്യാപ്തമായ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു പരിധിവരെ സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്തതാണ്. ആ മാനദണ്ഡപ്രകാരം ഒരു ദുരന്തഘട്ടത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിസ്സാരമായ തുകയെ ലഭിക്കുകയുള്ളൂ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്താ നമ്മുടെ അനുഭവം? അതുതന്നെ പലപ്പോഴും കിട്ടാറില്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം. ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ നൽകിയ മെമ്മോറാണ്ടത്തെയാണ് ആക്രമിച്ചത്. അതുപോലും കിട്ടരുത് എന്ന ദുഷ്ടലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രചാരണം വയനാട്ടിലെ ദുരിതബാധിതർക്കെതിരെ കടന്നാക്രമണമായി മാത്രമേ കണക്കാക്കാനാവുകയുള്ളൂ. ഇനി മറ്റ് ചില ഹെഡുകൾ. അവയിൽ SDRF-ൽ ചെലവായ മുഴുവൻ തുകയും അനുവദിക്കാൻ സാധിക്കും. രക്ഷാപ്രവർത്തനം, ക്യാമ്പ് മാനേജ്മെന്റ്, ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത്, കുടിവെള്ള വിതരണം തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ആകെ ചെലവ് എത്രയാണോ അത് മുഴുവൻ SDRF-ൽ നിന്ന് അനുവദിക്കേണ്ടതുണ്ട്. ഇതാണ് ആക്ച്വൽസ് എന്ന് മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം. എന്നാൽ മെമ്മോറാണ്ടത്തിലെ ഈ ആക്ച്വൽസ് കണ്ട് അത് ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞ പണം ആണെന്നാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചത്. മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഇവയുടെയൊന്നും ചെലവുകളുടെ യഥാർത്ഥ ബില്ലുകൾ ലഭ്യമായിട്ടില്ല. നടക്കുന്ന രക്ഷാപ്രവർത്തനവും അത് എത്രനാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റഡ് തുക തയ്യാറാക്കി സമർപ്പിക്കാനാണ് സാധിക്കുക. അത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകാം. ലെ പ്രളയരക്ഷാപ്രവർത്തനത്തിന് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. 102 കോടി രൂപയുടെ ബില്ല് വ്യോമസേന കേരളത്തിന് അയച്ചു. എപ്പോഴാണ് അയച്ചത്? 2019 ഫെബ്രുവരിയിൽ. അത് SDRF-ൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. 2018 നൽകിയ അരിയുടെ വില 205 കോടി 81 ലക്ഷം രൂപ. ഈടാക്കാൻ കത്ത് നൽകിയതും
2019 അതും SDRF നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. അതുപോലെ മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സേനകൾക്കുണ്ടായ ചെലവുകൾ, അവരുപയോഗിച്ച അത്യാധുനിക ഉപകരണങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ചെലവുകൾ, ഇവയെല്ലാം ബില്ലുകളായി പിന്നീടാണ് വരിക. അപ്പോൾ അത് കൊടുക്കാൻ SDRF-ൽ പണം വേണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മെമ്മോറാണ്ടം ഉണ്ടാക്കുക. ഇതൊന്നും മനക്കണക്ക് വെച്ച് ചെയ്യുന്നതല്ല. അതിനവലംബിക്കേണ്ട ശാസ്ത്രീയ രീതികളുണ്ട്. വിവിധ സാഹചര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് വേണം അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിപ്പെടാൻ. അവ യഥാർത്ഥത്തിൽ കൂടുതലാവുകയാണെങ്കിൽ അത് കേന്ദ്ര സംഘം പരിശോധിച്ച് കുറക്കും. എന്നാൽ ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അത്രയൊക്കെ മതി എന്നൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടത്തിൽ ഒരിടത്തും പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളല്ല, സംസ്ഥാനത്തിന് പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയതാണ്. SDRF-ലെ അനുവദനീയമായ ഓരോ ഹെഡുകളിലും നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കണക്കാക്കാനാണ് നിയതമായ രീതി